പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഇന്നലെയും ഭഗവാൻ ഗീതയുടെ മൂലമായിട്ടുള്ള സാധന അതാണ് ഇന്നലെ പറഞ്ഞത്. എല്ലാ സാധനയും പൂർത്തിയാവുന്നത് അഹങ്കാരത്തിന്റെ ക്ഷയത്തിലാണ്. അഹങ്കാരമോ, വാസ്തവത്തിൽ അഹങ്കാരം ഇല്ല, അത് വെറും ഒരു പ്രതിബിംബം മാത്രമാണ്. പ്രകൃതി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിക്കും. യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയഃ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതാ ഇവ എന്നാണ്. ഏതൊന്നിന്റെ മിയർ പ്രസൻസ്, സാന്നിധ്യം കൊണ്ട് തന്നെ മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനത്തിന് പ്രകൃതിയുടെ പ്രവർത്തനമാണ്. ചൈതന്യത്തിന്റെ പ്രസൻസ്, സാന്നിധ്യം, അതിൽ അഹങ്കാരം ഞാൻ ചെയ്യണു എന്ന് ഏറ്റെടുക്കുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞു, പ്രകൃതേഹേ ഗുണസമ്മൂഢാഹ. പ്രകൃതി ചെയ്യുന്നതിനെയൊക്കെ താനാണെന്ന് ധരിച്ച് അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹമിതി മന്യതേന്ന്. അഹങ്കാരം കൊണ്ട് തെളിച്ചം നഷ്ടപ്പെട്ടവൻ, അതാണ് വിമൂഢാത്മാ എന്നുള്ള അർത്ഥം. തെളിച്ചം നഷ്ടപ്പെട്ടവൻ കർത്താ ആമിതി മന്യത്തെ, ഞാനാണ് കർത്താവ്, ഞാനെല്ലാം ചെയ്യണു എന്ന് ധരിക്കണം. അറിവുള്ളവനാവട്ടെ പ്രകൃതി പ്രവർത്തിക്കുന്നു, ഞാൻ സാക്ഷി മാത്രമാണ്. അപ്പൊ ഇവിടെ ഒരേ ഒരു സാധനയേ ഉള്ളൂ, പതുക്കെ 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 സാക്ഷിഭാവം അവലംബിച്ച് പഠിക്കാതെ. നമുക്ക് ഓരോന്നും ഇതൊരു സാധനയായിട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും ഈ ചിത്തവൃത്തികളിൽ നമ്മൾ സാധാരണ വീണുപോകും. ദേഷ്യം വരുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു, ഉടനെ വീണുപോയി. അസൂയ വരുമ്പോ എനിക്ക് അസൂയ വരുന്നു, ടെൻഷൻ വരുമ്പോ എനിക്ക് ടെൻഷൻ, ഉറക്കം വരുമ്പോ എനിക്ക് ഉറക്കം വരുന്നു. അതിനു പകരം ഈ ചിത്തവൃത്തികളൊക്കെ ആർക്കു വരണു? ചിത്തവൃത്തികളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനു പകരം സാക്ഷിയിലേക്ക്, അവബോധത്തിലേക്ക് പോവാനുള്ള ഒരു വഴിയാണ്. ഓരോ ചിത്തവൃത്തി വരുമ്പോൾ ആർക്ക് വരണു? എനിക്ക് വരണു. അപ്പൊ അറ്റൻഷൻ ഉടനെ ചിത്തവൃത്തിയിൽ നിന്നും എനിക്ക് എന്നുള്ളതിലായി. അല്ലാതെ ഈ ചിത്തവൃത്തിയിൽ ശ്രദ്ധയെ വെച്ചുകൊണ്ട് ചിത്തവൃത്തിയെ ഇല്ലാതാക്കാൻ ഒക്കില്ല. ഒരു ചിത്തവൃത്തി വരുമ്പോ ആർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആര്? ഞാൻ എന്താണ്? ശ്രദ്ധ അങ്ങനെ സാക്ഷിയിലേക്ക് ക്രമേണ ഈ ഞാൻ ആര് എന്നുള്ള വിചാരമൊന്നും ഇല്ലാതെ തന്നെ എന്ത് വന്നാലും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരും. അതിൽ വീണുപോവാതെ എന്ത് തന്നെ നടക്കട്ടെ നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നു. നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നതും മനസ്സ് പ്രവർത്തിക്കുന്നതും എല്ലാത്തിനും അകമേക്ക് ഉള്ളിന്റെ ഉള്ളില് സാക്ഷിയായിട്ടിരിക്കാം, കാഴ്ചക്കാരനായിട്ടിരിക്കാം. ആ സാക്ഷിഭാവത്തിനെ ഭഗവാൻ ഇവിടെ തത്വജ്ഞാനം എന്ന് പറഞ്ഞു. എന്തെങ്കിലും അറിയുന്നതിനെയല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞത്. എല്ലാ അറിവിനും നമ്മളുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിനൊക്കെ വെറും കാഴ്ചക്കാരനായിരിക്കുന്ന ആ ഒരു ധ്യാനഭാവത്തിനെ ഭഗവാൻ തത്വജ്ഞാനം എന്ന് വിളിച്ചു. അതാണ് ധ്യാനവും. ആ തത്വജ്ഞാനം ആർക്ക് ദൃഢമായിട്ടുണ്ടോ അവൻ പിന്നീട് ബന്ധപ്പെടില്ല, ഒന്നിനോടും ബന്ധിക്കപ്പെടില്ല. മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീഹി നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. എന്നിൽ എല്ലാ കർമ്മങ്ങളെയും അർപ്പിച്ചിട്ട് ഒരു പ്രത്യേക ആഗ്രഹമോ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമോ ഇല്ലാതെ യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നു. എന്താണ് ഭഗവാനിൽ അർപ്പിക്കുക എന്ന് വെച്ചാൽ? ഭഗവാൻ എവിടെയെങ്കിലും ഉണ്ട് അദ്ദേഹത്തിന് മടിയിൽ കയറ്റി വെക്കാനാണോ? അങ്ങനെ വല്ലതും ചെയ്യാൻ നമുക്ക് പറ്റുമോ? മയി സന്യസ്യ എന്ന് ഭഗവാൻ പറയണതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ, നമ്മളിൽ നടക്കുന്ന ഓരോ ചലനവും അനുഭവവും ഒക്കെ തന്നെ ഭഗവാനാണ് ചെയ്യണത്. ഈശ്വര സർവഭൂതാനാം
ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് ഇനി പറയാൻ പോകുന്നു ഭഗവാൻ. നമ്മളുടെ അന്തര്യാമിയായി ഈ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും ഓരോ ചലനവും ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നുള്ള അറിവാണ് മൈ സന്യസ്യ ഭഗവാന് വിട്ടുകൊടുക്കൽ. അപ്പൊ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമേ വരണില്ല. ഉറക്കം വരുന്നു, ഉറക്ക രൂപത്തിൽ ഭഗവാനാണ്. ഉറക്കം വന്നിട്ടില്ലേ? ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഉറക്കം വരണില്ല. ഉറക്കം വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. ഇപ്പൊ ഉറക്കമില്ലായ്മയായി എന്നിൽ ഭഗവാൻ ആവിർഭവിച്ചിരിക്കുന്നു. ഉറക്കമായി ഭഗവാൻ ആവിർഭവിച്ചിരിക്കുന്നു. എന്തും അക്സെപ്റ്റൻസ് ആണ്. ഒന്നിനും നടുവിൽ കുറുക്കേ വരാതെ ഇരിക്കലാണ്. നിരാശീഹി നിർമ്മമോ ഭൂത്വ. ആശയും ഉദിക്കുന്നില്ല, മമതയും ഉദിക്കുന്നില്ല. യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ അർജുന. യുദ്ധം ചെയ്യൂ എന്ന് വെച്ചാലും എന്താ അർത്ഥം? യുദ്ധം നിന്നിലൂടെ നടക്കും. ഈ തടസ്സം ചെയ്യുന്നത് നിർത്തിയാൽ, അജ്ഞാനം നിർത്തിയാൽ യുദ്ധം ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ത്രൂ യു. അല്ലാതെ യുദ്ധസ്വ എന്നൊരു കുരു എന്നുള്ള ഒരു വിധിയല്ല. ഇറ്റ് വിൽ ഹാപ്പൻ. നിന്നിലൂടെ അത് നടക്കും. നീ തടസ്സം നീക്കിയാൽ മതി. തടസ്സം നീക്കിയാൽ യുദ്ധം നടക്കും. ഞാൻ യുദ്ധം ചെയ്യണമെന്നുള്ള ഭാവമേ വേണ്ട. നിന്നിലൂടെ യുദ്ധം നടക്കും. യുദ്ധസ്വ വിഗതജ്വര. അങ്ങനെ ഈ തത്വജ്ഞാനം എന്താണെന്ന് ഇത് തന്നെയാണ് ശരണാഗതി. ശരണാഗതി എന്ന് വെച്ചാലും ഇത് തന്നെ. ഞാൻ ചെയ്യണമെന്നൊക്കെ വിട്ട് നാരായണൻ ചെയ്യുന്നു എന്ന് വന്നാൽ ശരണാഗതിയായി. ഇത് സ്വീകരിച്ചാൽ മുച്യന്തേ തേപി കർമ്മഭിഹി. അവര് കർമ്മത്തിൽ നിന്നൊക്കെ വിമുക്തരാകും. ഇതൊന്നും എനിക്കൊന്നും ശരിയാവില്ല, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് അസൂയന്ത. അസൂയ കാണിക്കുകയാണെങ്കിലോ വിദ്യ നഷ്ടാന ചേതസ. അവർക്ക് നഷ്ടം. ഈ വിദ്യക്കൊന്നും അതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. ഈ വിദ്യ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടം. വിദ്യ നഷ്ടാൻ അചേതസഹ. അവര് അചേതസഹ, ചേതസ്സില്ലാത്തവർ എന്ന് വെച്ചാലോ മഠയന്മാര്, ചിത്തത്തിന് സ്ഥിരതയില്ലാത്തവരെന്നർത്ഥം. അവരെ വേറെ എന്തു പറയാനാ? വിദ്യ നഷ്ടാൻ അചേതസഹ. അപ്പൊ എന്തുകൊണ്ടാ ചിലരൊക്കെ അങ്ങനെ ചെയ്യണത്? ചിലര് ശ്രദ്ധിക്കുന്നു, ചിലര് ശ്രദ്ധിക്കുന്നില്ല. ചിലര് മനസ്സിലാക്കുന്നു, ചിലര് മനസ്സിലാക്കുന്നില്ല. ചിലര് വിപരീതമായിട്ട് മനസ്സിലാക്കുന്നു. ചിലര് എത്ര തന്നെ ശ്രമിച്ചാലും അവർക്ക് കോപം വരുന്നു. ചിലര് വളരെ ശാന്തസ്വഭാവികളായിട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രകൃതി. ഈ പഞ്ചപാണ്ഡവരിൽ തന്നെ 5 വിധം. നമ്മളിൽ ഓരോരുത്തരെയും കണ്ടാൽ ഓരോരോ രീതിയിൽ പെരുമാറും. ഇതെന്തുകൊണ്ടാണ്? അറിഞ്ഞാലും നമുക്ക് ചിലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞാലും നമ്മളെ പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതിനൊക്കെ എന്താ കാരണം? അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഃ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹഃ കിം കരിഷ്യതി. ജ്ഞാനവാൻ അപി. ജ്ഞാനവാൻ അപി എന്ന് വെച്ചാൽ ഇവിടെ രണ്ടർത്ഥം. ഒന്ന് അറിവുള്ളവൻ എന്നർത്ഥം. ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവനാണെങ്കിൽ പോലും അവന്റെ പ്രകൃതിക്കനുസരിച്ച് അവൻ ചേഷ്ടിക്കുന്നു. അങ്ങനെ ചേഷ്ടിക്കണം എന്ന് തന്നെയാണ് ഭഗവാനും പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്വധർമ്മത്തിന് ഡെഫിനിഷൻ കൊടുത്തത് തന്നെ സ്വഭാവവിഹിതം കർമ്മ എന്നാണ്. അവന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ് സ്വധർമ്മം. ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മത്തിനെ സ്വരൂപജ്ഞാനത്തോടുകൂടെ ഒഴിച്ചു മാറ്റണം, യജിച്ച് നീക്കണം. അതാണ് കർമ്മയോഗം. അപ്പോ അങ്ങനെ അല്ലാതെ ആരെ കൊണ്ടും ഇരിക്കാനും പറ്റില്ല. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹ ജ്ഞാനവാനപി. അറിവുള്ളവനാണെങ്കിലും അവന്റെ സിസ്റ്റം മുഴുവൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് അയാളുടെ പ്രകൃതിക്കനുസരിച്ചാണ്, വാസനയ്ക്കനുസരിച്ചാണ്. അറിവുള്ളവനാണെങ്കിലും അവനവന്റെ പ്രകൃതിക്കനുസരിച്ച് ചേഷ്ടിക്കുന്നു. ജ്ഞാനവാനപി എന്നുള്ളതിന് കേവലം ബുദ്ധി കൊണ്ടുള്ള അറിവുള്ളവൻ എന്നും അർത്ഥം പറയാം. ആത്മജ്ഞാനികൾ പോലും അവരവരുടെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസരിച്ചാണ് അവർ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ജ്ഞാനികളും ഒരേപോലെ ഇല്ലല്ലോ. ജ്ഞാനവാനപി. അപ്പൊ വിപരീതമായിട്ടുള്ള പ്രകൃതി വരുമ്പോഴോ അവിടെ ഭഗവാൻ പറയുന്നത് നിഗ്രഹ കിം കരിഷ്യതി.
പ്രകൃതിം യാന്തി ഭൂതാനി. എല്ലാ ഭൂതങ്ങളും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ഇവിടെ ചേഷ്ടിച്ചടങ്ങുന്നു. പ്രകൃതിയിൽ തന്നെ അവർ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുറമേ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നന്നാവുകയാണെങ്കിൽ ഈ ലോകം എന്നോ നന്നാവേണ്ടതായിരുന്നു. നിഗ്രഹ കിം കരിഷ്യതി എന്നാണ്. നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? ദുര്യോധനനെ എത്ര പ്രാവശ്യം ഉപദേശിച്ചു അല്ലെ? ദുര്യോധനനും അറിവുള്ള ആളാണ്. ദുര്യോധനൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല. അധർമ്മം എന്താണെന്ന് അറിയാം, എനിക്ക് അത് ചെയ്യാതിരിക്കാനും പറ്റണില്ല. ജാനാമി ധർമ്മം നഹിമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നഹിമേ നിവൃത്തി. എന്താ ഇങ്ങനെ? എന്താ കാരണം? കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി എന്നാണ്. ഏതോ ഒരു ദേവൻ എന്റെ ഹൃദയത്തിലിരുന്ന് എങ്ങനെ ചെയ്യിപ്പിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യണു. ദുര്യോധനന്റെ വാദമാണ്. ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. യോ ദുർവിമർശപഥയാ നിജമായേതം ധർമ്മ. യുധിഷ്ഠിര മഹാരാജാവ് ധൃതരാഷ്ട്രർ ഇത് തന്നെ പറയുന്നു ഭാഗവതത്തില്. യോ ദുർവിമർശപഥയാ നിജമായേതം. വിമർശനം ചെയ്ത് വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിഗൂഢമായ മായ കൊണ്ട് എല്ലാരെയും സൃഷ്ടിച്ച് അവർക്ക് മാറണം എന്ന് വിചാരമുണ്ടെങ്കിൽ പോലും മാറാൻ സമ്മതിക്കാതെ ഓരോരുത്തരെയും കളിപ്പാവ പോലെ നർത്തനം ചെയ്യിപ്പിക്കുന്ന ആ ഭഗവാന് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. തസ്മൈ നമോ ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്ര ഗതയേ പരമേശ്വരായ. തസ്മൈ നമഃ, നമസ്കരിക്കുന്നു. ആരെ? ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ. ദുരവബോധം അറിയാൻ ഏറ്റവും വിഷമമുള്ള വിഹാരതന്ത്രം എന്നാണ്. ഭഗവാന്റെ വിഹാരതന്ത്രം എന്താ? പ്രകൃതിയാണ് ഭഗവാന്റെ വിഹാരതന്ത്രം. ഓരോരുത്തരുടെ ഉള്ളിലും, ദുര്യോധനന്റെ ഉള്ളിൽ വിനാശബുദ്ധിയായിട്ടും ധർമ്മപുത്രരുടെ ഉള്ളിൽ ധർമ്മബുദ്ധിയായിട്ടും ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ബുദ്ധിയായിട്ടും അവരെ കൊണ്ട് അപ്പപ്പോ ഓരോന്ന് ചെയ്യിപ്പിച്ചും കൊണ്ട് തോന്നിപ്പിച്ചും കൊണ്ട് പ്രകൃതിയായി അവരുടെ ഉള്ളിലിരുന്ന് അവരെയൊക്കെ കളിപ്പിക്കുന്നു. ഇവരാരും സ്വതന്ത്രരല്ല. കഥ എന്ന് പറഞ്ഞു നോക്കിയാൽ അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ഈ കഥയുടെ നാടക സൂത്രധാരി മുഴുവൻ ആ പ്രകൃതിക്ക് അതീശ്വരനായ ഭഗവാനാണ് ചക്രം ചുറ്റിപ്പിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ നല്ല സമർത്ഥമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഞാനൊന്നും കുറ്റക്കാരനല്ല, ഒന്നും ഞാൻ ചെയ്തില്ല എന്നാണ് കൃഷ്ണന്റെ വാദം. ആരോ ഒരു ഭക്തൻ ജനമേജയൻ കൃഷ്ണനോട് ചോദിച്ചു അത്ര, എന്റെ മുത്തശ്ശന്മാരെ വെറുതെ ബുദ്ധിമുട്ടിച്ചില്ലേ ഭഗവാൻ? അങ്ങയുടെ ഭക്തന്മാരായിട്ടിരുന്ന് കൂടെ ഇരുന്നിട്ട് ചൂതുകളിയിലൊക്കെ അവരെ രക്ഷിക്കായിരുന്നില്ലേ? ദ്രൗപതിയെ അവസാനം വസ്ത്രാക്ഷേപം വരുന്നവരെ അങ്ങ് പിടിച്ചു നിർത്തിയല്ലോ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപതിയെ ഞാൻ ആദ്യമേ രക്ഷിക്കായിരുന്നു. അവൾ ആദ്യം ഭീഷ്മരെ വിളിച്ച്, ധൃതരാഷ്ട്രരെ വിളിച്ച്, പിന്നെ തന്റെ ഭർത്താവായ ധർമ്മപുത്രരെ വിളിച്ച്, രണ്ടാമത് ഭീമനെ വിളിച്ച്, മൂന്നാമത് അർജുനനെ വിളിച്ച്, നകുലനെ വിളിച്ച്, സഹദേവനെ വിളിച്ച്, നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ച്, അവസാനം ഒരു കഷ്ണം പിടിച്ചിട്ട് ദ്വാരകാവാസിൽ നിന്ന് വിളിച്ച്, എന്നിട്ട് അപ്പൊ ദ്വാരകാവാസിൽ നിന്ന് വിളിച്ചാൽ ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട് ഫ്ലൈറ്റോ ട്രെയിനോ പിടിച്ച് വന്നാലും വൈകും. എന്നിട്ട് ലാസ്റ്റാണ് ആ പിടിയും വിട്ടിട്ട് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന. ഇത്രയും നേരം ഞാൻ കാത്തോണ്ടിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തന്നെ പവറില്ല. അവള് അഹങ്കാരം വിട്ടാലേ എനിക്ക് അവളുടെ അടുത്തേക്ക് പോവാനും ഒക്കെ ഉള്ളൂ. ധർമ്മപുത്രരെയും ഞാൻ സഹായിക്കുമായിരുന്നു, ആദ്യമേ ഞാൻ റെഡിയായിരുന്നു. പക്ഷെ ഒന്നാമത് ആദ്യം ഇയാളുടെ ബുദ്ധിയിൽ ആരാ പറഞ്ഞു കൊടുത്തു ചൂത് കുളിക്കുന്നത് ധർമ്മമാണെന്ന്? രാജധർമ്മമാണത്രേ. ആരാ പഠിപ്പിച്ച ഇയാള്? ഇയാള് തലയിൽ സ്വയമേവ ഒന്ന് നിശ്ചയിച്ചു, നാട്ടുനടപ്പനുസരിച്ച് ഒരു ധർമ്മം, ചൂത് കളിക്കുക. ശരി പോട്ടെ, അപ്പോഴും ഞാൻ ഒരു ചാൻസ് കൊടുത്തു. ആ ദുര്യോധനൻ നല്ല സമർത്ഥമായിട്ട് പറഞ്ഞു, എനിക്ക് കളിക്കാൻ അറിയില്ല, എനിക്ക് പകരം എന്റെ അമ്മാവൻ ശകുനി കളിക്കും എന്ന് പറഞ്ഞു. ഇവന് പറയാൻ പാടില്ലേ എനിക്കും കളിക്കാൻ അറിയില്ല, കൃഷ്ണൻ എനിക്ക് പകരം കളിക്കുമെന്ന് പറയാൻ പാടില്ല. ഞാൻ റെഡിയായിട്ട് ഇരിക്കുകയായിരുന്നു, ആദ്യത്തെ കളി തന്നെ തീർക്കുമായിരുന്നു. സ്വയം കളിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാവും. അലൗ ഹിം ടു പ്ലേ. ഭഗവാനെ കളിക്കാൻ വിട്ടിട്ട് നീ മാറി നിന്നാൽ കളിയൊക്കെ ഭംഗിയാവും. ഈ സ്വയം കളിക്കാൻ പോയതിന്റെ കുഴപ്പമാണ് ഇത് മുഴുവൻ. സ്വയം കളിക്കണമെന്ന് ആര് തോന്നലുണ്ടാക്കി വാസനാമയമായിട്ട്? അതും ഭഗവാന്റെ. അതാണ് ദുർവിമർശപഥയാ എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞത്. എനിക്കൊക്കെ മനസ്സിലാവേണ്ടതെന്നാണ്. ഉദ്ധവനെ ദൂതയക്കാണ് ഭഗവാൻ, പാണ്ഡവരെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ധൃതരാഷ്ട്രർ പറയാൻ, എനിക്കൊക്കെ നിങ്ങൾ പറയണതൊക്കെ മനസ്സിലാവേണ്ടത്,
എല്ലാം തെളിയുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം തെളിയുണ്ട്. അതാണ് തസ്മൈ നമഃ ദുരവബോധ. എത്ര ബുദ്ധിശാലിയാണെങ്കിലും വിചാരിച്ചു നോക്കിയാൽ മനസ്സിലാവണില്ല, പിടികിട്ടണില്ല. ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ. ഈ സംസാര ചക്രത്തിനെ ചുറ്റിക്കുന്ന ദുരവബോധമായ വിഹാരതന്ത്രമുള്ള ആ പരമേശ്വരന് നമസ്കാരം എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോ പ്രകൃതിം യാന്തി ഭൂതാനി. പ്രകൃതി എല്ലാരെ കൊണ്ട് ഓരോന്ന് കളിപ്പിക്കണം. ഇവിടെ എവിടെയാ സ്വാതന്ത്ര്യമുള്ളത്? ഞാൻ കളിക്കണമെന്നുള്ള വിചാരം വിട്ടാൽ എന്ത് കളിയാണെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. ഞാൻ കളിക്കണമെന്നുള്ളത് വിട്ടാൽ മതി. അതിന് ഉദാഹരണം ആരാ? ഭാഗവതത്തിൽ വൃത്രൻ അസുരനാണ്, ഇന്ദ്രനോടുകൂടെ പോരാടുന്നു. എന്നിട്ട് ജ്ഞാനിയായിട്ടിരിക്കണു, ഭക്തനായിട്ടിരിക്കണു. അയാളുടെ റോള് ഏറ്റവും മോശമായ റോള്. ആ റോളിൽ ഇരുന്നിട്ട് അയാള് ജ്ഞാനിയും ഭക്തനുമായിട്ടിരിക്കണം. നോക്കണം, നമുക്ക് തന്നിരിക്കുന്ന റോള് മോശമായിട്ടുള്ള റോളാണെങ്കിൽ പോലും അവിടെയും ജ്ഞാനവും ഭക്തിയും സാധ്യമാണ്. ഞാൻ കർത്താവാണ്, ഭോക്താവാണെന്നുള്ളത് വിട്ടാ. അപ്പോ അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് ബോധിപ്പിക്കുകയാണ് ഭഗവാൻ. പ്രകൃതി അതിന്റെ പാട്ടിൽ പ്രവർത്തിക്കും, ശരീരം അതിന്റെ പാട്ടിൽ. അതാണ് വൃത്രൻ പറയണത്, നീ ഈ ശരീരത്തിന് വെട്ടിക്കളയൂ ഇന്ദ്ര. ഭാഗവതത്തിൽ വൃത്രൻ പറയാണ്, എന്തൊക്കെ തന്നെ ഞാൻ ജ്ഞാനിയായാലും ഈ ശരീരം ഉണ്ടല്ലോ അസുര ശരീരം, അതുകൊണ്ട് അത് അതിന്റെ സ്വഭാവം കുറച്ച് കാണിക്കണം. നീ വെട്ടിക്കളഞ്ഞാൽ ബ്രഹ്മനിഷ്ഠന്മാരായ ഋഷികൾ മുനികൾ ഏതൊരു പദത്തിനെ പ്രാപിക്കുമോ ആ പദത്തിനെ ഞാൻ പ്രാപിക്കും. അതിനല്പം തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രകൃതി നിൽക്കണു. ഇതിനെ ഈ ശരീരത്തിലൂടെ പ്രകാശിപ്പിക്കാൻ പറ്റണില്ല എന്ന്. ഇപ്പൊ എന്താ? പ്രകൃതി യാന്തി ഭൂതാനി. പ്രകൃതി എന്തൊക്കെയോ കാണിക്കട്ടെ. അപ്പൊ പ്രകൃതിയിൽ പല കുഴപ്പങ്ങളും ഉണ്ട്. പരമദുരാചാരിയായിട്ടുണ്ടെങ്കിൽ പോലും ശരണാഗതി ചെയ്താൽ അപ്പത്തന്നെ ശാന്തി ഉണ്ടാവും. എന്നുവെച്ചാലോ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് വിടുന്നതാണ് ശരണാഗതി ചെയ്യൽ. അപ്പോ പ്രകൃതി അപ്പൊ എന്താവും? പ്രകൃതി പിന്നെയും ഈ ഫാൻ ഓഫ് ചെയ്താൽ കുറച്ചു നേരത്തേക്ക് കൂടെ ചുറ്റിയിട്ട് പിന്നെ നിൽക്കും. അതേപോലെ നമ്മളുടെ പവർ നമ്മൾ ഈ പ്രകൃതിക്ക് കിട്ടണത്, ചൈതന്യത്തിന്റെ പവർ ശരീരത്തിനും മനസ്സിലുള്ള വാസനകൾക്കൊക്കെ കിട്ടുന്നത് അഹങ്കാരത്തിലൂടെയാണ്. ആ അഹങ്കാരം വിഡ്രോ ചെയ്താൽ, പിൻവലിഞ്ഞാൽ പഴയ സ്പീഡിൽ കുറച്ചു നേരത്തേക്ക് കൂടെ ചുറ്റും. അപ്പോഴാണ് നമ്മളുടെ മായാബുദ്ധി എന്തു പറയും, വിട്ടിട്ടും പിന്നെയും ഇതാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ, അപ്പൊ അങ്ങനെ വിടാവോ എന്നൊക്കെ ചോദിക്കും. ക്ഷമയോടുകൂടെ ഇരുന്നാൽ കുറെ കഴിയുമ്പോ ഫാൻ തനിയെ നിൽക്കും. ശരണാഗതി ചെയ്യുന്നവന് ഫാൻ കുറച്ചു കഴിയുമ്പോ തനിയെ നിൽക്കണ പോലെ നമ്മൾ പവർ കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞു. ഇപ്പൊ ചെയ്യണത് എന്താ? പഴയ ഹാബിറ്റാണ്. ആ പഴയ ഹാബിറ്റിന് കുറച്ചു നേരം കൂടെ പ്രകൃതി ചുറ്റിയിട്ട് തനിയെ ഇറ്റ് വിൽ കം ടു എ സ്റ്റോപ്പ്. ആദ്യം എന്ത് ഭഗവാൻ പറയണ എളുപ്പമാർഗം എന്താ? ഡയറക്റ്റ് പാത്ത് ഭഗവാൻ പറയണത് എന്താ? ഞാൻ കർത്താ ഭോക്ത എന്നുള്ളത് അങ്ങോട്ട് മാറ്റിയിട്ട് ഭഗവാന് കർത്തൃത്വം കൊടുക്കുക. ഭഗവാനെ അങ്ങ് യന്ത്രി, ഞാൻ യന്ത്രം. അവിടുന്ന് നിയന്ത്രിക്കണ പോലെ ഞാൻ ചലിക്കും. ഇത് ഉള്ളിൽ പറഞ്ഞോ, മറ്റുള്ളവരോട് പറയാനല്ല. ഒരു അടി ഒരുത്തന് കൊടുത്തിട്ട് ഭഗവാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അവനും തിരിച്ച് 4 തരും. ഭഗവാൻ അടിച്ചു എന്ന് പറയും, അതിന് തയ്യാറായിരിക്കണം. നമ്മൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കളിവേ. യേശുക്രിസ്തു പറഞ്ഞു, ഒരാൾക്ക് ഈ ചെകിടത്തെ അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്നാണ്. ഒരു പാതിരി പ്രസംഗം ചെയ്യാണ്. ഒരു ചെറുപ്പക്കാരൻ, തോന്നിയാവാസിയായ ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ടിരുന്നു. അച്ഛാ ഇതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു അച്ഛൻ. അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു വന്നതും ഇവൻ എന്ത് ചെയ്തു, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ ചെകിടത്ത് ഒന്ന് കൊടുത്തു. അപ്പൊ അച്ഛൻ യാതൊരു കോപവും ഇല്ലാതെ മറ്റേ ചെകിടും കാണിച്ചു കൊടുത്തു. ഇവനുണ്ടല്ലോ അവിടെ അടിച്ചു. അത് കഴിഞ്ഞത് അച്ഛൻ ലോഹ എടുത്ത് കെട്ടിയിട്ട് നല്ല അടി കൊടുത്തു തിരിച്ച്. അപ്പൊ എന്താ അച്ഛാ അത്? അല്ല, ഒരു ചെകിട് അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കണം. അതിലും അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു മൈസെൽഫ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അതിന്റെ ഫർദർ എക്സ്റ്റൻഷൻ. നമ്മളുടെ കമന്ററി, നമ്മളുടെ വ്യാഖ്യാനമാണ് ഫർദർ. അപ്പോ കുലടബുദ്ധിക്ക് ആധ്യാത്മികതയില്ല.
തോന്നിയ പോലെ സഞ്ചരിക്കുന്ന ബുദ്ധിക്ക് ആധ്യാത്മികതയില്ല. ഇത് നല്ലവണ്ണം ശരിക്കും മർമ്മത്തിൽ മനസ്സിലാക്കിക്കൊള്ളും. മനസ്സിലാക്കി ഈ ശരീരം മനസ്സും ഒക്കെ ഭഗവാന്റെ ആണ് എന്ന് അർപ്പിച്ചാൽ ആ ക്ഷണം മുതൽ സ്ലോ ആയിട്ട് നമ്മൾ വി വിൽ ഫീൽ എ മിസ്റ്റീരിയസ് ഫോഴ്സ് ഓപ്പറേറ്റിംഗ് ത്രൂ അസ്. നമ്മള് ഇന്ദ്രിയ വിഷയങ്ങളിൽ വീണുപോകുന്ന സമയത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ അത് പതുക്കെ 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 ഓരോ തലത്തിൽ വരുന്നതായിട്ടും പല വഴിക്ക് നമുക്ക് ജ്ഞാനത്തിനെ കൊണ്ടുവന്ന് തരുന്നതായിട്ടും നമ്മളെ പക്വപ്പെടുത്തുന്നതായിട്ടും അക്ഷരമണമാലയിലെ ഒരു പാട്ട്, നോക്കിയേ കരുതിമൈ താക്കിയേ പക്വം ആക്കിനി ആണ്ട് അരുൾ അരുണാചല. ഒരു പാട്ടില് ഭഗവാൻ പറയാണ്, ഹേ അരുണാചല, അവിടുന്ന് എന്നെ നോക്കി എന്ന് വെച്ചാൽ ആ ദർശന ദീക്ഷ, കരുതി എന്ന് വെച്ചാൽ നല്ലവണ്ണം എങ്ങനെ വേണമോ എത്ര കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുമോ മെച്യൂരിറ്റി ഉണ്ടോ അതിനനുസരിച്ച് താക്കിയേ, എവിടെ എങ്ങനെ എന്നെ പക്വപ്പെടുത്തണമോ അതുപോലെ പക്വപ്പെടുത്തി, പക്വം ആക്കി എന്നെ പക്വമാക്കി നീ ആണ്ട് അരുൾ അരുണാചല, അവിടുത്തേതായി എന്നെ പിടിച്ചെടുത്ത് എന്നിൽ കൃപ ചെയ്യും. ഒരു ഭക്തന് രമണ ഭഗവാൻ ഉപദേശിച്ചു ആത്മവിചാരം ചെയ്യും. ഭക്തൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ആത്മവിചാരം ചെയ്യാനേ പറ്റണില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ശരണാഗതി ചെയ്യൂ. ഈ ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ ഭഗവാന്റെ ആണ്, അതിലൂടെ നടക്കുന്ന പ്രവൃത്തിയൊക്കെ ഭഗവാന്റെ ആണെന്ന് സദാ ഓർമ്മിക്കൂ. അയ്യോ അതാണ് ഒട്ടും പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ആ സർവേശ്വരനോട് തന്നെ ഭഗവാനെ അവിടുന്ന് എന്നെ ശരണാഗതി ചെയ്യിപ്പിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. somehow invoke that force into your body and mind. ആ കൃപാശക്തിയെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ഒക്കെ ആവാഹിക്കുക. അത് ഇങ്ങോട്ട് ഒഴുകി അടക്കണതാണ് ഏറ്റവും നല്ല വഴി. അതിന് നീ വഴങ്ങിക്കൊടുക്കുക. വഴങ്ങിക്കൊടുത്താൽ ആ കൃപാശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രകൃതിയുടെ പ്രവർത്തനമാണെന്ന് നല്ലവണ്ണം നമ്മളെ ബോധിപ്പിക്കും. അഹങ്കാരം അവിടെ ഇല്ലാതായിട്ട് തീരും. ആ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സമ്പർക്കപ്പെടും. എന്നാലും ശരണാഗതി ചെയ്തവന്റെ ഭാവം എന്താണ്, എങ്ങനെ ജീവിക്കണം? ഈ ശരണാഗതി ചെയ്തിട്ടും അടുത്ത ദിവസം മുതൽ നമ്മൾ വിമുക്തരൊന്നും ആവില്ല. ഞാൻ ശരണാഗതി ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനിയിപ്പോ എനിക്കെന്താ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയത്തിൽ, ശങ്കരവിജയത്തിൽ കാണാം, ചിലരൊക്കെ ശരണാഗതി എന്ന് പറഞ്ഞിട്ട് ശരണാഗതിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, സന്ധ്യാവന്ദനം ചെയ്യണില്ല, അനുഷ്ഠാനങ്ങൾ ചെയ്യണില്ല, പക്ഷെ വിഷയലോലുപന്മാരായിട്ട് ഇരിക്കുന്നതായിട്ട് ആചാര്യസ്വാമികൾ കണ്ടു. അപ്പൊ അവരൊക്കെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ശരണാഗതിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ എന്താവെന്ന് വെച്ചാൽ, എല്ലാം വിട്ടുകഴിഞ്ഞു എന്ന് പറയും, ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ എന്നിലൂടെ ഒഴുകണമെന്ന് പറയും, അതിൽ അഹങ്കാരം സൂക്ഷ്മമായി പകർന്നു നിന്നിട്ട് ടിവിയും കണ്ടുകൊണ്ട് മറ്റു വിഷയങ്ങളിലും രമിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് ശരണാഗതിയല്ല. അതിനോടുകൂടെ സൂക്ഷ്മമായി സാധന ചെയ്യണം. ശരണാഗതി ചെയ്ത് സാധന ചെയ്യണം. ശരണാഗതിയോടുകൂടെ ഭക്തി ചെയ്യണം. മാം ആശ്രിത്യ യതന്തിയേ, അതാണ് നമുക്ക് സൂചന വാക്ക്. ഭഗവാൻ മാം ആശ്രിത്യ അതോടുകൂടെ നിർത്തിയില്ല. മാം ആശ്രിത്യ യതന്തി, ആശ്രയിച്ചുകൊണ്ട് യത്നിക്കുന്നു. എങ്ങനെ യത്നിക്കുന്നു? അതിനാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. യത്നിക്കുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്യാൻ ആവശ്യമില്ല. പക്ഷേ നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ നിന്നും മാറി നിൽക്കണം. അല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ വിഷയങ്ങൾ നമ്മളെ കൊണ്ട് വീണ്ടും കർത്തൃത്വത്തിൽ ചാടിപ്പിക്കും. സാധന എന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിഹിത കർമ്മങ്ങൾ അനുഷ്ഠാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. വിഹിത കർമ്മങ്ങൾ ചെയ്യുന്നതിന് എത്ര പവറുണ്ടോ അതിനേക്കാളും 1000 ഇരട്ടി പവർ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുണ്ട്. നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതായ വിഷയങ്ങളിൽ നിന്നും ജാഗ്രതയായിട്ട് ഒതുങ്ങിയിരുന്നാൽ മതി. ഒതുങ്ങിയിരിക്കുന്നതിന് ഫോഴ്സ് ഒന്നും വേണ്ടല്ലോ. ഭഗവാൻ പറയണത് ശരണാഗതി ചെയ്താൽ നമുക്ക് ശാന്തി ഉണ്ടാവും. പക്ഷെ ആ ശാന്തി നമുക്ക് പിന്നെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശരണാഗതി എന്നുള്ളത് ഇന്നർ ഫോഴ്സ് ആണ്. ഈ ഔട്ടർ ഫോഴ്സ് ചിലപ്പോൾ നമ്മളെ വല്ലാതെ ചലിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒതുങ്ങിയിരിക്കുക. അതാണ് അടുത്ത ശ്ലോകം. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ
തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളോട് സമ്പർക്കമുണ്ട്. നമ്മളുടെ ഉള്ളിൽ വാസന ഉള്ളത്തോളം കാലം ശരണാഗതി ചെയ്താൽ ആ ക്ഷണത്തിൽ തന്നെ വാസന പോകില്ല. ശരണാഗതി ചെയ്തതോടുകൂടി നമ്മളുടെ ഉള്ളിലുള്ള വാസനയ്ക്ക് നമ്മൾ പവർ കൊടുക്കുന്നത് നിർത്തി എന്നർത്ഥം. ഇനിമേലാൽ ഞാൻ കർത്താവാണെന്ന് ധരിച്ച ആ വിഷയങ്ങളിൽ പോയി വീഴില്ല. ഞാൻ അറിയാതെ അതിൽ വീണുപോയാൽ അത് എന്റെ തലയിൽ എഴുത്ത്, അത് ഭഗവാൻ വിട്ടുകൊടുത്തു. അതൊക്കെ ഭഗവാൻ ശരിയാക്കിക്കൊള്ളും. നമ്മള് വോളണ്ടറി ആയി ചെയ്യാത്തതിനെയൊക്കെ ആ കൃപാശക്തി ശരിയാക്കിക്കൊള്ളും. വോളണ്ടറി ആയിട്ട് നമ്മള് വിഷയങ്ങളിൽ വീഴുകയോ വോളണ്ടറി ആയിട്ട്, അതായത് നമ്മളായിട്ട് പോയി ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് പണ്ട് പഴകിയത് കാരണം ചില കുഴപ്പങ്ങളൊക്കെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പേടിക്കേ വേണ്ട, കൃപാശക്തി ഒക്കെ ശരിയാക്കിക്കോളും. പക്ഷേ ശരണാഗതി ചെയ്തു എന്ന് വെറും ഭാവന ചെയ്തിട്ട് പിന്നെയും സ്വയം ചില അനർത്ഥങ്ങളിൽ പോയി ചാടുകയാണെങ്കിൽ അതിനെ കൃപാശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ പുതിയ ചാലുകളും വാസനകളും നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശരണാഗതി ചെയ്തതുകൊണ്ട് തീ ചുടാതിരിക്കില്ല, ശരണാഗതി ചെയ്തതുകൊണ്ട് വെള്ളം നനയ്ക്കാതിരിക്കില്ല, അതേപോലെ ശരണാഗതി ചെയ്തതുകൊണ്ട് വിഷയങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതു. ശരണാഗതി ചെയ്താൽ ലഡ്ഡു എത്ര തിന്നാലും ഡയബറ്റീസ് കൂടില്ല എന്നുണ്ടോ? ശരണാഗതിക്കും അതിനും എന്ത് ബന്ധം? ഡയബറ്റീസ് തന്നെയാണ് ജിലേബിയായിട്ട് മുമ്പിൽ ഇരിക്കുന്നത്. ജിലേബിയുടെ സൂക്ഷ്മരൂപമാണ് ഡയബറ്റീസ്. അതിന് ബന്ധമുണ്ട് രണ്ടിനും തമ്മില്. അത് ശരണാഗതി ചെയ്തവൻ, ശരണാഗതി ചെയ്യാത്തവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ അല്ലെങ്കിൽ സന്യാസി, ഗൃഹസ്ഥൻ ഭേദമൊന്നുമില്ല അതിന്. വിഷയങ്ങൾക്ക് എല്ലാവരോടും ഒരേ സ്വഭാവമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയണത് രാഗദ്വേഷവും വ്യവസ്ഥിതവും. വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷം ഉള്ളതുകൊണ്ട് നിങ്ങൾ വിഷയങ്ങളെ തല്ലിപ്പൊട്ടിക്കുകയും വേണ്ട, നിങ്ങൾ നിങ്ങളെ ബലമായി പിടിച്ച് ഉപദ്രവിക്കുകയും വേണ്ട. കഴിയുന്നതും നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഉള്ളില് വിഷയങ്ങളിൽ നിങ്ങളായിട്ട് പോയി വീഴാതിരുന്നാൽ മതി. മുള്ളിന്റെ മേലെ നമ്മൾ വീണാലും മുള്ള് നമ്മളുടെ മേലെ വീണാലും വേദനിക്കുന്നത് നമുക്കാണ്. അതുകൊണ്ട് വിഷയങ്ങളിൽ നമ്മൾ പോയി ചാടിയാലും വിഷയങ്ങൾ നമ്മളെ ആക്രമിച്ചാലും നമുക്ക് ദുഃഖം ഉണ്ടാവും. പക്ഷെ അധികം മുള്ള് നമ്മളുടെ മേലെ ഒന്നും വീഴില്ല, നമ്മളാണ് അതിൽ പോയി കാല് വയ്ക്കുക. അതിൽ മാത്രം ഭഗവാൻ പറയുന്നു, അതിന് ഭഗവാൻ സഹായവും ചെയ്തു തരും. അത് വേറൊരു വിഷയം. വെറുതെയല്ല, ഈ പ്രകൃതി തന്നെ നമ്മൾക്ക് അവിദ്യാസ്വരൂപം പ്രകൃതിയിലുണ്ട്. വിദ്യാസ്വരൂപം നമ്മളെ പിടിച്ചെടുത്തതിന്റെ തെളിവാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അവിദ്യാസ്വരൂപിണ്യേ നമഃ എന്ന് ദേവിക്ക് 2 നാമം. അവിദ്യാസ്വരൂപം എന്ന് വെച്ചാൽ വിഷയങ്ങളോട് വലിച്ചുകൊണ്ടിരിക്കും, അതാണ് കാര്യമെന്ന് ബുദ്ധിയിൽ അറിവ് വെച്ചുകൊണ്ടിരിക്കും, അതിൽ വീണുകൊണ്ടിരിക്കും. നമ്മളിപ്പോ അതൊക്കെ വിട്ടതുകൊണ്ട് വിദ്യാശക്തിയുടെ കയ്യിൽ പെട്ടതുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും വേണമെങ്കിൽ നമ്മളായിട്ട് വന്നതാണ്, നമ്മളിവിടെ ഇരിക്കണമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും സാധ്യമല്ല. ആ കൃപാശക്തി നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സാധനയൊന്നും വലിയ വിഷമില്ല. നമ്മൾ വഴങ്ങിക്കൊടുത്താൽ മാത്രം മതി. നമ്മൾക്ക് വീണുപോവാതെയും നമ്മളെ രക്ഷിക്കാനും ഒക്കെ തന്നെ ഈ വിദ്യാശക്തി പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തയോഹോ ന വശമാകച്ചേത്. ഭഗവാൻ പറയണത് നിങ്ങളായി ചാടിപ്പോയി വിഷയങ്ങളുടെ വശത്തിൽ പെട്ടുപോവാതെ നോക്കിക്കൊള്ളാം. എന്താന്ന് വെച്ചാൽ തൗഹ്യസ്യ പരിപന്ഥിനോ. ധാരാളം പണമൊക്കെ ആയിട്ട് പാക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ എത്ര ജാഗ്രതയായിട്ടിരിക്കും. വഴിയിൽ കള്ളന്മാരുണ്ടാവുമോ, പിടിച്ചു പറിക്കുവോ എന്ന്. അതേപോലെ ഈ ജ്ഞാനമാർഗത്തിൽ പോകുന്നവരുടെ വഴിയിൽ നിന്നും തട്ടിപ്പറിക്കുന്ന കള്ളന്മാരാണ് വിഷയങ്ങള്, രാഗദ്വേഷങ്ങൾ. ആ രാഗദ്വേഷങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടായാൽ അപ്പോ കാണാം ഈ സത്സംഗത്തിലുള്ള ശാന്തി നഷ്ടപ്പെടുന്നത്. പലരും പറയും സത്സംഗത്തിൽ നല്ല സുഖമായിരുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതൊക്കെ പോയി. എവിടെ പോണു എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായിട്ടൊന്നും പോവില്ല, നമ്മളായിട്ട് കളയും. പല ദ്വാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദ്വാരങ്ങളിലൂടെയൊക്കെ വെള്ളം പാത്രത്തിൽ നിന്ന് ഒഴുകിപ്പോണ പോലെ ഒഴുകിപ്പോവും. ചില ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, അത് കാരണം നമ്മൾക്ക് ഈ കിട്ടിയ ശാന്തി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയും. അത് കഴിയുന്നതും നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നാണ്.
നമ്മളുടെ കഴിയുന്നതും അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റിന് മേലെ ഉള്ളത് വേറെ ഒരു ശക്തി ഉണ്ട്, അത് നോക്കാൻ. അത് നോക്കിക്കോളൂ. ആ കഴിയുന്നതിന്റെ ഉള്ളിൽ നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ മാത്രം മതി. ആ കഴിയുന്നത് എന്നുള്ളത് ഒരു പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ അത്രയും ദൂരം നടക്കുക. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരാൾക്ക് രാത്രി കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് നടക്കാനുള്ള ആളാണ്. അയാള് ചോദിച്ചു, ഇരുട്ടത്ത് പോണം, ഒരു റാന്തൽ വിളക്ക്, പഴയ കാലത്ത് റാന്തൽ വിളക്ക് വേണമെന്ന് കൊടുത്തു. അത്രയും വിളക്കും എടുത്തുകൊണ്ട് അയാള് ഉമ്മർത്ത് തന്നെ ഇരിക്കണം. രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കണ്ട. എന്താ പോയില്ലെന്ന് ചോദിച്ചാൽ, ഈ വിളക്ക് ഇത്ര ദൂരമേ വെളിച്ചം കാണിക്കുന്നുള്ളൂ, ഞാൻ എങ്ങനെ എറണാകുളം വരെ പോകും? അത് എടുത്തോണ്ട് നടന്നാൽ പോയ സ്ഥലത്തുനിന്ന് പിന്നെയും വെളിച്ചം കാണും, നടക്കുന്ന സ്ഥലത്ത് വെളിച്ചം കണ്ടുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മളുടെ ലിമിറ്റ് എത്ര ഉണ്ടോ അത്രയും എക്സ്റ്റെൻഡ് ആയാൽ കാണാം, അൺലിമിറ്റഡ് ഡിസ്റ്റൻസിലേക്ക് അതിലും പോയിക്കൊണ്ടേയിരിക്കും. അതാണ് കൃപ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മളായിട്ട് പോയി വീഴാതെ നോക്കിയാൽ മതി. അതിനെന്താ വഴി? നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് പരമ്പരയായിട്ടോ അഥവാ എതിർച്ചയായിട്ടോ കിട്ടിയിരിക്കുന്ന വഴിയിലുള്ള സാധനയും പ്രവൃത്തിയും നിഷ്കാമ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കഴിയുന്നതും നമ്മൾ ഈ പിടിവലിയിൽ നിന്നും രക്ഷപ്പെടും. നമ്മളുടേതല്ലാതെ വേറെയൊരു ധർമ്മത്തിൽ വേറെയൊരു വഴിയിൽ പോയി ചാടിയാൽ അതിൽ പുതിയതായിട്ട് നമുക്ക് പലതും ചെയ്യേണ്ടി വരും. ഇന്ദ്രിയ വിഷയങ്ങളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്, പലതുമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി നമുക്ക് കിട്ടിയിരിക്കുന്ന കർമ്മം, കിട്ടിയിരിക്കുന്നതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ആ മാർഗത്തിൽ തന്നെ പതുക്കെ പരിപക്വപ്പെട്ടു വരിക. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. അവനവന്റെ ധർമ്മം അല്പം ഗുണമില്ലാത്തതാണെങ്കിൽ പോലും അതിലെന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിലും അത് ശ്രേയസ്കരമാണെന്നാണ്. പരധർമ്മം ഭയാവഹമാണ്. അത് തന്നെ നമുക്ക് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. സ്വധർമ്മം എന്ന് വെച്ചാൽ എന്താ? അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമാണ് സ്വധർമ്മം. സ്വധർമ്മത്തിന്റെ ലക്ഷ്യമോ സ്വരൂപ സാക്ഷാത്കാരമാണ്. യഥാർത്ഥത്തിൽ ആത്മവിചാരത്തിന്, ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ് സ്വധർമ്മം. അത് അവനവന് വിധിച്ചു കിട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ സ്വധർമ്മമായിട്ട് മാറും. നിഷ്കാമ്യമായി നിസ്സംഗമായി ഭഗവത് ഭക്തിയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്വധർമ്മം എല്ലാം കൊണ്ടും ശ്രേയസ്കരമാണ്. അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ വിഷയങ്ങളിൽ വീണു പോകുന്നതിൽ നിന്ന് രക്ഷിക്കും. മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ എത്ര നല്ലതാണെന്ന് തോന്നിയാലും അതിൽ പോയി വീഴും. എന്തിനു വേണ്ടി വീഴുന്നു? ഫാസിനേഷൻ, അല്ലെ? പണം കിട്ടും, അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അധികവും പരധർമ്മം സ്വീകരിക്കണം. എല്ലാരും MBBS വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ലോകസേവയ്ക്ക് വേണ്ടിയിട്ടാണോ? ആലോചിച്ചു നോക്ക. ആണോ? ഒന്നുമല്ല. ഒന്ന്, അതിൽ ധാരാളം പണം കിട്ടും. രണ്ട്, സൊസൈറ്റിയിലെ പൊസിഷൻ. ഈ രണ്ടെണ്ണമാണ്. രണ്ടും അഹങ്കാരത്തിന്റെ കൂട്ടാണ്. അല്ലാതെ അത് പരമ്പരയാ കിട്ടിയതുമല്ല. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഈ കർമ്മത്തിൽ റിസർച്ച് ഇപ്പൊ തന്നെ ധാരാളം നടക്കുന്നുണ്ട്, മാനേജ്മെന്റും റിസർച്ചും ഒക്കെ. എനിക്ക് ഏകദേശം ഉറപ്പായിട്ട് തോന്നുന്നു വീണ്ടും ഫ്യൂച്ചറിൽ ഇത് ചിന്തിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു പരമ്പരയെ ശരിയാവുള്ളൂ എന്നാണ്. അതായത് അച്ഛൻ ഡോക്ടറാണെങ്കിൽ മകൻ ഡോക്ടർ, അച്ഛൻ എഞ്ചിനീയർ ആണെങ്കിൽ മകൻ എഞ്ചിനീയർ. MBBSന് ഒരു ഡോക്ടറുടെ മകനെ അഡ്മിഷൻ കൊടുക്കുള്ളൂ, പ്രിഫറൻസ് കൊടുക്കുള്ളൂ എന്നുള്ളത് ഇനി വരാൻ പോകും. 2-3 ഗുണം അതിലുണ്ടാവും. എന്താന്ന് വെച്ചാൽ, ഒന്ന് ജീനിൽ തന്നെ അത് അവരുടെ ഇതിലുണ്ടാവും. 2, ഇയാൾ ഇനി ഒരു ക്ലിനിക്ക് ഇടാൻ അത് ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല. വഴി കാണിച്ചു കൊടുക്കാൻ ഒരു അച്ഛനുണ്ട്, ഒരു മാർഗദർശിയുണ്ട്. അതൊന്ന്. 2, സൊസൈറ്റിയിൽ കോമ്പറ്റീഷൻ പോവും. എല്ലാരും മറ്റുള്ളവന്റെ ധർമ്മത്തിനെ നോക്കി ആഗ്രഹിക്കുന്നതും മത്സരിക്കുന്നതും പോകും. ഈ സ്വധർമ്മം അച്ഛൻ മകൻ എല്ലാവരും പരമ്പരയായി തുടർന്നു വരണമെങ്കിൽ അതിൽ വേറെ ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം, സമദർശിത്വം വേണം. ഡോക്ടറുടെ ജോലി വലിയ ജോലിയാണെന്നും കെട്ടുകാരന്റെ ജോലി താഴ്ന്ന ജോലിയാണെന്നും കരുതിയാൽ തീർച്ചയായിട്ടും കെട്ടുകാരന്റെ മകൻ എനിക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കും. ഡോക്ടറുടെ മകൻ ഒരിക്കലും കെട്ടുകാരനാകണമെന്ന് ആഗ്രഹിക്കില്ല.
അപ്പോ പിന്നെയും സ്വാർത്ഥത വരും. എല്ലാ കർമ്മങ്ങളും ഒരേപോലെ തുല്യമായിട്ട് അതിന് വേതനവും തുല്യമായിട്ടുള്ള ബഹുമാനവും ഉണ്ടെങ്കിൽ ഈ പരമ്പരയായിട്ടുള്ള കർമ്മത്തിനെ നിലനിർത്തൽ ഭംഗിയാവും, സമൂഹത്തിൽ കോമ്പറ്റീഷൻ ഇല്ലാതാവും, കർമ്മത്തിൽ കൂടുതൽ സിൻസിയറിറ്റി വളരുകയും ചെയ്യും, കോമ്പറ്റീഷനും ഉണ്ടാവില്ല, എല്ലാറ്റിനും വലിയ ടെൻഷനില്ല. ഇപ്പൊ കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ടെൻഷനാണ്. അയാൾക്ക് ഒന്നും അറിയില്ല, അയാൾക്ക് ഒന്നിനെ കുറിച്ചും ഒരു വിവരമില്ല. അച്ഛൻ പറയും MBBS, അമ്മ പറയും എഞ്ചിനീയറിംഗ്, അടുത്ത വീട്ടുകാരൻ പറയും കമ്പ്യൂട്ടർ, നാട്ടിലുള്ളവർ വേറെ വല്ലതും പറയും. ആകെപ്പാട് ഈ കുട്ടിക്ക് ടെൻഷൻ, പേടി, ഇതിൽ തന്നെ എനർജി മുഴുവൻ പോയി. ഈ കുട്ടിയുടെ തന്റെ ആന്തരികമായി വളരാൻ മെച്യൂർ ആവേണ്ട വയസ്സാണ് 15 വയസ്സെന്ന് പറയുന്നതൊക്കെ. ഒരു മെച്യൂരിറ്റി വരേണ്ട വയസ്സിൽ നമ്മൾ ആ കുട്ടിയെ പേടിപ്പിച്ച് ടെൻഷൻ വരുത്തി അടിച്ച് തകർത്തു കഴിഞ്ഞു. പിന്നെ ഈ കുട്ടിക്ക് അതിന് സ്നേഹം, ആർദ്രത, കാരുണ്യമൊക്കെ വളരാൻ എവിടെ സമയം? ആ സമയത്താണ് ആ ഊർജ്ജം മുഴുവൻ പേടിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു, സെക്യൂരിറ്റി ഫീലിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കുട്ടി എവിടെ വളരും? കഴിഞ്ഞു. 15 വയസ്സോടുകൂടെ മനുഷ്യ മൃഗമാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ നായയൊക്കെ 4 ചോറിട്ട് കൊടുത്താൽ ശണ്ട കൂടണില്ലേ മറ്റു നായ്ക്കളോടുകൂടെ, അതുപോലെ ഒരു കോമ്പറ്റീഷൻ പഠിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ കുട്ടികളെ ആ വഴിക്ക് തന്നെ. ഈ സ്വധർമ്മം എന്നുള്ളത് സമൂഹത്തില് ഋഷികൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗമാണ്. അത് അശുദ്ധപ്പെട്ടു പോവാൻ കാരണം ഈ ഉച്ചനീചമായ ഭാവമാണ്. ഈ മാർഗം വളരെ വലുത്, ഇത് ചെറുതെന്ന് കരുതുമ്പോ എന്താവും? ഈ ചെറുതായിട്ടുള്ളവരൊക്കെ വലുതിനെ ആഗ്രഹിക്കും. അതില്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗമാണ് അച്ഛൻ മകൻ, അച്ഛൻ മകൻ, അച്ഛൻ മകൻ പരമ്പരയായിട്ട്, അല്ലെങ്കിൽ ശിഷ്യ പരമ്പര. എങ്ങനെങ്കിലുമൊക്കെ ഒരു പരമ്പര കൊണ്ടുവരികയാണെങ്കിൽ ഈ കോമ്പറ്റീഷനും മാത്സര്യ ബുദ്ധിയും പോയി പോകും. മാത്രമല്ല നമുക്ക് ശരീരം കർമ്മപ്രധാനമാണ്. വേദാന്തപരമായിട്ടോ അതിലൊരു വലിയൊരു കാര്യമുണ്ട്. ശരീരം കർമ്മപ്രധാനമാണ്. ശരീരത്തിനെ മറക്കണമെങ്കിൽ, ശരീരത്തിന്റെ കർമ്മത്തിനെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനോ അതിൽ ടെൻഷനോ ഒന്നും ഇല്ലെങ്കിൽ ശരീരത്തിനെ മറക്കാൻ നോക്കൂ. നമുക്ക് ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ ആത്മാവിൽ നിന്ന് പതറും. ഇതൊരു 15-16 വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിയെ ശരീരത്തിനെ കുറിച്ചാണല്ലോ ചിന്തിപ്പിക്കുന്നത്. ഈ ശരീരം എന്ത് ചെയ്യണം? അതിൽ എനർജി മുഴുവൻ പോയാൽ ഈ കുട്ടിക്ക് ഇനി എവിടെ ഭഗവത് വിചാരവും ആത്മവിചാരവും ജ്ഞാനവും ശാന്തിയും ഒക്കെ എവിടെ വരും? അപ്പൊ പരമ്പരയായി വരികയാണെങ്കിൽ ഈ കുട്ടിയുടെ വിഷയത്തിൽ ചോദ്യമേ ഇല്ല, നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമേ ഇല്ല. അപ്പൊ എന്താ? ശരീരത്തിന്റെ ഒരു 1/4 ഭാഗം പ്രശ്നം അവസാനിച്ചു. ശരീരത്തിന്റെ 1/4 ഭാഗം പ്രശ്നം എവിടെയാ? എന്ത് ചെയ്യണം എന്നുള്ളതിലാണ്. ആ ശരീരത്തിന്റെ ഒരു 1/4 ഭാഗം പ്രശ്നം പരമ്പരയായി കർമ്മം കിട്ടുകയാണെങ്കിൽ അവസാനിച്ചു. ബാക്കിയുള്ള എനർജി മുഴുവൻ നമുക്ക് സൂക്ഷ്മതലത്തിൽ ഉപയോഗിക്കാനായിട്ടുണ്ട്. അതാണ് ഈ സ്വധർമ്മത്തിന്റെ വലിയൊരു അനുഗ്രഹം. പരധർമ്മത്തിലാണെങ്കിലോ പുതിയതായിട്ട് പഠിക്കണം, അറിയണം, രാഗദ്വേഷം ഒക്കെ കുഴപ്പങ്ങളാണ്. അങ്ങനെയും കർമ്മമണ്ഡലത്തിലും ഈ സ്വധർമ്മത്തിനൊരു വൈശിഷ്ട്യം അങ്ങനെയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അപ്പോ അർജുനനൊരു സംശയം. അർജുനൻ ചോദിക്കാണ്, ഭഗവാനെ, സ്വധർമ്മം വിട്ടിട്ട് മനുഷ്യൻ പരധർമ്മത്തിലേക്ക് പോവാൻ എന്താണ് കാരണം? അത് പാപമാണെന്ന് അറിഞ്ഞിട്ടും തനിക്ക് വിധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, നിഷിദ്ധ കാര്യങ്ങൾ ചെയ്യുക, എനിക്ക് ചെയ്യണമെന്നില്ല എങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. യുദ്ധം വിട്ടിട്ട് സന്യാസത്തിന് പോവുക എന്നുള്ളത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ തോന്നുന്നു? അതേപോലെ സാധാരണ മനുഷ്യർ പലരും എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് ആർക്കാ ആഗ്രഹമുള്ളത്? ഇപ്പൊ ദുര്യോധനൻ പറഞ്ഞ പോലെ. എന്നിട്ടും എന്തോ ഒന്ന് എന്നെ ചെയ്യിപ്പിക്കുന്നു. എന്താ ചെയ്യിപ്പിക്കുന്നത്? അതാണ് അർജുനന്റെ ചോദ്യം. നോക്ക, അർജുന ഉവാച പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാ ശ്രേയ ബലാദിവ നിയോജിതഃ. അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛൻ അപി വാർഷ്ണേയ ബലാദ് ഇവ നിയോജിതഃ. ഹേ വൃഷ്ണിവംശജനായ ഭഗവാനെ, അഥ കേന പ്രയുക്ത, ആരാണ് എന്നെ ഉള്ളിൽ നിന്നും പ്രയോഗിക്കുന്നത്?
പാപം ചരതി പുരുഷ. മനുഷ്യൻ ആർക്കും പാപിയാവണം, പാപം ചെയ്യണമെന്നില്ലെങ്കിലും എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? അനിച്ഛന്നപി വാർഷ്ണേയ. ഇച്ഛിച്ചിട്ടില്ലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് ചെയ്യുന്നു? ബലാദിവ നിയോജിത. ആരോ ഉള്ളിലിരുന്ന് തള്ളിവിടുന്ന പോലെ ബലമായി ഡ്രൈവ്സ്, ഉള്ളിൽ നിന്നും ഡ്രൈവ് ചെയ്യാണ്. അത് എവിടുന്ന് വരുന്നു? അതിന് ഭഗവാൻ പറയണ ഉത്തരമാണ്. ഈ ചോദ്യം എല്ലാ മതത്തിലുള്ളവരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിലുള്ളവരൊക്കെ തീരുമാനിച്ചു ഏതോ ഒരു സാത്താനുണ്ട്, ആ സാത്താനാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അതിന് ആ സാത്താൻ ഓരോ നെഗറ്റീവ് കളേഴ്സൊക്കെ കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ ആ സാത്താനെ നമ്മൾ എവിടെ തെരഞ്ഞു നടക്കും? ആ സാത്താൻ നമ്മളുടെ ഉള്ളിലാണ്, വെളിയിലൊന്നും ഒരു സാത്താനും ഇല്ല. സത്തിനെ അറിയാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ സാത്താൻ. അതിന് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരം നോക്കുക. ആരാണ് ഉള്ളിൽ നിന്നും ഈ തള്ളിവിടുന്നത് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. ഈ ശത്രുക്കൾ പുറത്തെവിടെയുമില്ല. ഏഷഃ, സഹ എന്ന് വെച്ചാൽ ദൂരത്തുള്ള ആളെ പറയുമ്പോ, ഏഷഹ എന്ന് വെച്ചാൽ അടുത്തുള്ള ആളാണ്. ഏറ്റവും അടുത്ത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് തന്നെ ഈ വേണ്ടാത്തരം ചെയ്യിപ്പിക്കുന്നവരാരാ അറിയോ? ഏഷ കാമഃ ഏഷ ക്രോധഃ. തന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ട്, കാമം കോപം. ഇതിൽ നിന്നാണ് ബാക്കിയൊക്കെ വരുന്നത്. കാമം കോപം എന്ന് വെച്ചാൽ രാഗം ദ്വേഷം എന്നർത്ഥം. ഒന്നിനോട് പ്രത്യേകിച്ച് മമത, ഒന്ന് വരാം ഒന്നിനോട് വെറുപ്പ്. നമ്മളുടെ ശരീരത്തിന്റെ പാറ്റേൺ, നമ്മളുടെ ചിത്തത്തിന്റെ സ്ട്രക്ചർ തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ സുഖം വരണം, ദുഃഖം വരാൻ പാടില്ല. സുഖം എത്ര വന്നാലും ആർക്കും കംപ്ലൈന്റ് ഇല്ല, കാമം. ദുഃഖം വന്നാൽ ഉടനെ കംപ്ലൈന്റ്, കോപം. അതാണ് കാമം കോപം എന്നുള്ളതിനർത്ഥം. ഒരു പ്രത്യേക കാമമോ കോപമോ അല്ല. സുഖത്തിനോടുള്ള പ്രതിപത്തി, ദുഃഖത്തിനോടുള്ള വിരക്തി, വെറുപ്പ്. അത് എവിടുന്ന് വരുന്നു? രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തിന്റെ തന്നെ ലക്ഷണം എന്താ? ശരീരം മനസ്സൊക്കെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കണം. ഈ കാമകോപങ്ങൾ എപ്പ അവസാനിക്കും? മഹാശനഹ എന്നാണ്. എത്ര തിന്നാലും തീരാത്തതാണത്. അഗ്നിയിൽ എത്ര നെയ്യ് ഒഴിച്ചാലും ആളിക്കത്തിക്കൊണ്ടേയിരിക്കും അഗ്നി. അതേപോലെ ഈ കാമവും കോപവും രാഗവും ദ്വേഷവും മഹാപാപമാ. ഒരുപാട് പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കാത്തതൊക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. നമ്മൾ വിചാരിച്ചതല്ല പലതും, പക്ഷെ ചെയ്തു പോകും, അറിയാതെ ചെയ്തു പോകും. മഹാശനോ മഹാപാപമാ വിദ്ധ്യേനമിഹ വൈരിണം. ഇതിനെ ശത്രുക്കളായിട്ട് അറിഞ്ഞുകൊള്ളുക എന്നാണ്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കാത്തതൊക്കെ ചെയ്തു പോകും. ചിലപ്പോൾ ഞാൻ ചെയ്യണമെന്നേ വിചാരിച്ചില്ല കേട്ടോ, അറിയാതെ ചെയ്തു പോയി എന്ന് പറയും പലപ്പോഴും. ദേഷ്യം വന്നു, അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞില്ല, വീട്ടിലുള്ള പാത്രമൊക്കെ തല്ലിപ്പൊട്ടിച്ചു. കുഞ്ഞതമ്പിയാരുടെ കവിതയുണ്ട്. ആട്ടുകല്ലെടുത്ത് കിണറ്റിലിട്ടു അത്രേ. ഭാര്യയ്ക്ക് അടി കൊടുത്തു, വീട്ടിലുള്ള പാത്രമൊക്കെ തല്ലിപ്പൊട്ടിച്ചു, ആട്ടുകല്ലെടുത്ത് കിണറ്റിലിട്ടു. അതുകൊണ്ട് അരിശം തീരാതെ അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു. എന്നിട്ട് ദേഷ്യം പോരാതെ ആ പുരയ്ക്ക് ചുറ്റും ഓടി നടന്നു അത്രയും ദേഷ്യം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയില്ല, എന്താ ചെയ്യാന്നറിയില്ല. കോപം വരുമ്പോ, കാമം വരുമ്പോ, മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. ഇത് രണ്ടും, രാഗവും ദ്വേഷവും, അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ, ഇത് രണ്ടും നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചു കളയും. നമ്മളാണ് കർത്താവ് ഭോക്താവ് എന്ന് തോന്നിക്കും. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കും. ഇല്ലാത്തതായ അഹങ്കാരത്തിന് ഇവര് ജന്മം നൽകും. ഉള്ളതായ ആത്മാവിനെ മറച്ചു കളയും. ഇല്ലാത്തതായ അഹങ്കാരത്തിന് ജന്മം നൽകും. ഈ വാസനയാണ് നമ്മളുടെ ഉള്ളിൽ കാമമായിട്ടും കോപമായിട്ടും തിരിയണത്. യഥാർത്ഥത്തിൽ കാമം തന്നെ കോപം. കാമം നടക്കാതെ വരുമ്പോ ആണ് കോപം. കാമത്തിന് ആരെങ്കിലും തടസ്സം വരുമ്പോഴാണ് കോപം. അല്ലെങ്കിൽ കാമത്തിനനുസരിച്ചിട്ടുള്ളത് എവിടെ കിട്ടില്ലയോ അതിനോടുള്ളതും കോപം.
അത് 3 വിധത്തില് ആത്മാവിനെ മറച്ചിരിക്കും. ചിലരിൽ വളരെ കട്ടി കൂടിയിട്ടുണ്ടാവും, ചിലര് അല്പം മൃദുവായിരിക്കും, ചിലർ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അല്പമേ ഉള്ളുവെങ്കിൽ അവർക്ക് വലിയ സാധനയൊന്നും ആവശ്യമില്ല, അത് പോവാൻ സത്സംഗമേ മതി. അല്പം ബലമായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അവരെ കൊണ്ട് പല സാധനങ്ങൾ കഴിഞ്ഞിട്ടേ സത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുള്ളൂ. ജപം, തപം, അനുഷ്ഠാനങ്ങൾ, പ്രാണായാമം ഒക്കെ വേണ്ടിവരും. വളരെ ബലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവർക്കൊന്നും കേൾക്കാനോ ഇതിൽ രുചി തന്നെ ഉണ്ടാവില്ല. അങ്ങനെ 3 കാറ്റഗറി ഭഗവാൻ പറയുന്നു.